പ്രതീഷ്, ഇന്നും തലസ്ഥാനത്ത് വലിയ സംഘർഷം നമ്മൾ കണ്ടു. അതിൽ ഇന്ന് കൂടുതൽ സംഘർഷാത്മകമായി എന്ന് തന്നെ പറയണം. കാരണം പോലീസിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അവിടെ മുളകുപൊടി, മുട്ടയൊക്കെ പ്രയോഗിക്കുന്നത് നമ്മൾ കാണുന്നു. പോലീസ് ആകട്ടെ ഇന്നലെ സംയമനം പാലിച്ചു. ഇന്ന് പക്ഷെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇന്ന് തലസ്ഥാനം ഏത് തരത്തിൽ സംഘർഷാവസ്ഥയിലേക്ക് വഴിമാറി? അനുജ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസുകാരെ ഡിവൈഎഫ്ഐ മർദ്ദിച്ചെന്നും ഈ മർദ്ദിച്ച ഡിവൈഎഫ്ഐക്കാർക്ക് പോലീസ് ഒത്താശ ചെയ്യുന്നു എന്ന് ആരോപിച്ചായിരുന്നു KSU ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് നിന്നാണ് ഈ മാർച്ച് DGP ഓഫീസിലേക്ക് നടത്തിയത്. DGP ഓഫീസിന് 100 മീറ്റർ അകലെ വെച്ച ഈ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ആദ്യഘട്ടത്തിൽ മുദ്രാവാക്യം വിളിയും പ്രതിഷേധവും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനത്തിന് ശേഷമാണ് അതൊരു സംഘർഷ സാധ്യതയിലേക്കും സംഘർഷത്തിലേക്കും കലാശിച്ചത്. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു. ആദ്യഘട്ടത്തിൽ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ ഈ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. ഇതിനിടയിലാണ് പോലീസുകാർക്ക് നേരെ പ്രവർത്തകർ മുട്ടയും മുളകുപൊടിയും എറിഞ്ഞത്. ഒപ്പം ഗോലി അടക്കമുള്ള വസ്തുക്കളും പോലീസുകാർക്ക് നേരെ പ്രവർത്തകർ എറിഞ്ഞു. ഇതാണ് പോലീസിനെ വലിയ തരത്തിൽ പ്രകോപനം ഉണ്ടാക്കിയത്. തുടർന്ന് KSU പ്രവർത്തകരെ പോലീസ് വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു. 4 ദിക്കിലേക്കും ഈ ലാത്തി ചാർജിനെ തുടർന്ന് പ്രവർത്തകർ ചിതറിയോടെങ്കിലും പിന്തുടർന്നെത്തിയ പോലീസ് പ്രവർത്തകരെ മർദ്ദിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല, ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യാനടക്കം എത്തിയത് മാത്യു കുഴൽനാടൻ MLA ആയിരുന്നു. ഈ പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്നതിലും ഒപ്പം ഈ പ്രതിരോധിക്കുന്നതിനുമിടയിലും മാത്യു കുഴൽനാടനും പരിക്കേറ്റു. കൈക്കാണ് പരിക്കേറ്റത്. പോലീസുകാർ തന്നെ ആസൂത്രിതമായി മർദ്ദിച്ചുവെന്ന് മാത്യു കുഴൽനാടൻ MLA ആരോപിച്ചു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടും വലിയ പ്രതിഷേധങ്ങൾ നിലനിന്നു. DGP ഓഫീസിന് സമീപം അരമണിക്കൂറോളം ഒരു സംഘർഷ മേഖലയായിരുന്നു, ഒരു സംഘർഷ ഭൂമിയായി നിന്നു. പോലീസുകാർക്ക് നേരെ ഈ മുളകുപൊടി എറിഞ്ഞതാണ് പോലീസുകാരെ വലിയ തരത്തിൽ പ്രകോപനം ഉണ്ടാക്കിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് സംയമനം പാലിച്ചിരുന്നു. പക്ഷേ വലിയ തരത്തിലൊരു പ്രതിഷേധം, അക്രമ സംഭവങ്ങളടക്കം പോലീസുകാർക്ക് നേരെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി സ്വാധീനം കൊണ്ടാണ് ഇന്ന് പോലീസ് തിരിച്ച് പ്രവർത്തകരെ ലാത്തി വീശുകയും മർദ്ദിക്കുകയും ചെയ്തത്. എന്തായാലും 9 KSU പ്രവർത്തകർക്കാണ് ഈ സംഘർഷത്തിൽ പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം ഈ മർദ്ദനവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ലാത്തിചാർജിനുമെതിരെ വലിയ പ്രതിഷേധം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അത് പ്രധാനമായും മാത്യു കുഴൽനാടന് പരിക്കേറ്റതാണ്. മാത്യു കുഴൽനാടന് പരിക്കേറ്റതിന് പിന്നാലെ കൂടുതൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പിന്തുണയുമായി സംഘർഷം നടന്ന സ്ഥലത്തേക്ക് എത്തുകയും ഏറെ നേരം പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇത് ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളിലേക്കും വാക്കേറ്റത്തിലേക്കും കൂടി എത്തിയിട്ടുണ്ട്. ഈ യുവജന സംഘടനകളുടെ പ്രതിഷേധം പ്രധാനമായും ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയായിരുന്നു. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിന് നേതൃത്വം നൽകിയതും മുൻനിരയിൽ ഉണ്ടായിരുന്നതും പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഇന്ന് മാത്യു കുഴൽനാടൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത് വലിയ തരത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അത്തരത്തിൽ മുതിർന്ന നേതാക്കളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് നടന്നത്. ആസൂത്രിതമായി കലാപം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നതാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് കലാപാഹ്വാനം എന്നതാണ് മുഖ്യമന്ത്രി അടക്കം പറയുന്നത്.